ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഇന്നത്തെ സെഷൻ നമ്മളുടെ സെഷൻ 2 ആണ്. ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ 10.0യുടെ സെക്കൻഡ്. കഴിഞ്ഞ സെഷനിൽ നമുക്ക് ഇനാഗുറേഷൻ സെഷൻ ആയിട്ടായിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പം അതിലെ എൻറ്റയർ ലേൺ വൈസ് പുതിയ സ്റ്റുഡൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സെഷനിൽ. ഇന്ന് എന്നാൽ നമ്മളുടെ MCA ലേണേഴ്സിന് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു ഐസ് ബ്രേക്കിംഗ് സെഷനാണ് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് സെഷനാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ കൊണ്ട് നമുക്ക് എല്ലാവരും തന്നെ ജോയിൻഡ് ആണ്. അപ്പം ഇനിഷ്യലി നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓറിയന്റേഷൻ പ്രോഗ്രാം നമുക്ക് വരും, അപ്പൊ അതിൽ കുറെ സെഷൻസ് ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എൻറ്റയർ ആ ഒരു ജേർണിയെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യും. ഓരോ സെഷൻസും നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ ബാച്ച്മേറ്റ്സിനെ ഒക്കെ ഒന്ന് പരിചയപ്പെടാനും, അതുപോലെ തന്നെ ആ ഒരു ഓരോ ബാച്ച്മേറ്റ്സും അവർ ഏതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, അവരുടെ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ജേർണി, സ്റ്റഡി ജേർണി, ഇതിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് സുനീറ മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വാണി മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലേൺ വൈസ് ടീമിൽ നിന്ന് പല മെമ്പേഴ്സും നമ്മളുടെ ഇന്നത്തെ ഒരു സെഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരെയും ഞാൻ ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇനിഷ്യലി പറഞ്ഞതുപോലെ തന്നെ ഐസ് ബ്രേക്കിംഗ് സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മളുടെ ആ ഒരു ഇപ്പൊ നമ്മളെ MCA സ്റ്റുഡൻസ് ആണ് എല്ലാവരും തന്നെ. ഇപ്പം ഇനിഷ്യലി തൊട്ട് നമ്മൾ ആ സിലബസ് ഒക്കെ കണ്ട് കുറച്ചൊന്ന് ഒരു ടെൻസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ? അസൈൻമെന്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ ഒരു ടെൻഷൻ ഒക്കെ ഒന്ന് ഓവർകം ചെയ്യാനും, അതുപോലെ ബാച്ച്മേറ്റ്സിനെ ഒക്കെ ഒന്ന് പരിചയപ്പെടാനും, അതുപോലെ നമുക്കൊരു എന്താണ് ഒരു എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇന്നത്തെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇനിഷ്യലി തുടങ്ങുന്നത് റാപ്പിഡ് ഫയർ ഇൻട്രോ എന്നുള്ള ഒരു സെഷനിൽ കൂടാണ്. അപ്പൊ ഈ ഒരു സെഷനിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ നെയിം പറയാം. അതുപോലെ തന്നെ ഇപ്പൊ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തേക്കുന്ന നമ്മളെല്ലാവരും തന്നെ MCA സ്റ്റുഡൻസ് ആണല്ലോ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇഗ്നോ പ്രോഗ്രാം MCA ആണ്. അതുപോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്, ഡ്രീംസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഈ ഒരു സെഷനിലൂടെ നമുക്ക് പറഞ്ഞു തരാനും കൂടെയുള്ള ബാച്ച്മേറ്റ്സിനൊക്കെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓരോരുത്തരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങും ഒക്കെ നമുക്ക് ഈ ഒരു സെഷനിലൂടെ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയായിരിക്കും. ഞാൻ നിങ്ങളുടെ മെന്റർ ആണല്ലോ. എൻ്റെ പേര് അർച്ചന എന്നാണ്. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് MCA ആണ്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 4th റാങ്ക് ആയിരുന്നു MCAക്ക്. ഇത്രയാണ് എന്നെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ലേൺ വൈസിൽ 1 ഇയർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. BCA MCA സ്റ്റുഡൻസിനെ ആണ് മെയിൻ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പേര് ആഷിക മർജാന. ഞാൻ വരുന്നത്, എന്റെ വീട് പട്ടാമ്പിയാണ്. ഞാൻ 2017 BCA കംപ്ലീറ്റ് ആയതാണ്. ഓക്കെ, അതിനുശേഷം നമ്മളിപ്പം ജോയിൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 1 മന്ത് അല്ലെ 2 മന്തോളം ആവാറായി. ഞാന് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ലേൺ വൈസിൽ. ഞാൻ എന്റെ ഗ്യാപ്പിൽ ഞാൻ അക്യുപഞ്ചർ ഹിജാമ പറഞ്ഞ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ ഞാൻ MCAക്ക് ജോയിൻ ചെയ്തിരിക്കുന്നുള്ളൂ. ഇപ്പൊ ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ട് ആ സ്റ്റഡീസ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ആ ജേർണി എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, ഉഷാറായി തന്നെ പോകുന്നുണ്ട്. നമുക്ക് ഫ്രീ ആകുന്ന ടൈമിൽ, നമ്മളെല്ലാം കൊണ്ടും ഫ്രീ ആവുന്ന ടൈമിൽ നമുക്ക് ക്ലാസ് കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെ വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും ഒക്കെ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ റെഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാം ടെൻഷൻ ആവുമല്ലോ ക്ലാസ്സിന് പോകുമ്പോഴൊക്കെ. ആ ഒരു ടെൻഷനൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ഒഴിവുള്ള സമയത്ത് ക്ലാസ് കേൾക്കാനും നല്ല ക്ലാസ്സുമാണ്. ഇതുവരെ അറ്റൻഡ് ചെയ്തതിലൊന്നും കുഴപ്പമില്ലാത്ത ക്ലാസ്സാണ്. ഉഷാറായി പോകുന്നുണ്ട്. എന്താണ് അല്ലെങ്കിൽ ഡ്രീം എന്താണ്? എനിക്ക് +2 കഴിഞ്ഞ ഉടനെയൊക്കെ എനിക്ക് മെഡിക്കൽ ഫീൽഡിലൂടെ പോകാനായിരുന്നു താല്പര്യം. പിന്നെ അതിന് ജോയിൻ ചെയ്യാൻ പറ്റാതെ വന്നപ്പോ ഞാൻ BCA എടുത്തത്. ഇനി ഇതായിട്ട് മുന്നോട്ട് പോകണം തന്നെ താല്പര്യം. സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം.
ഓൾ ദ വെരി താങ്ക്സ്. ബെസ്റ്റ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. നെക്സ്റ്റ് ആരാ വരിക? എല്ലാരും മാക്സിമം ക്യാമറ ഒക്കെ ഓൺ ആക്കണേ. ഹായ് പറഞ്ഞോളൂ. ഓൾ, ഞാൻ ഷാനു മാർട്ടിൻ. 2024 പാസ് ഔട്ട് ആണ് BCA. ക്യാമ്പസ് എയറിൽ EYയിൽ ജോയിൻ ആയി. അത് കാരണം MCA ഡിസ്റ്റിങ്റ്റ് ആയിട്ട് ചെയ്യാൻ ഓർത്തു. അങ്ങനെ വേറെ എന്താ പറയുക, ഹോബീസ് എന്തൊക്കെയാണ്? ഹോബീസ് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വലിയ ഇഷ്ടമാണ്. ഓട്ടോമേഷൻ റിലേറ്റഡ് ടാസ്ക് ഒക്കെ കുറച്ചുകൂടെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാറുണ്ട് എപ്പോഴും. പ്രോസസ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ പ്രൊജക്ടിന്റെ കാര്യങ്ങൾ എന്തായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് എപ്പോഴും. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എക്സ്പീരിയൻസ്, ലൈഫ് എക്സ്പീരിയൻസ് എല്ലാം ബാച്ച്മേറ്റ്സ് ആയിട്ട് ഇല്ല. ഷെയർ ഇൻട്രസ്റ്റഡ് ആണ്? അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ തൽക്കാലം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. എന്റെ പേര് അഞ്ജന എന്നാണ്. എന്റെ നേറ്റീവ് പ്ലേസ് വരുന്നത് എറണാകുളം വല്ലാർപാടമാണ്. മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 കൊല്ലത്തിനടുത്തായി. ഹസ്ബൻഡ് വീട് വരുന്നത് കളമശ്ശേരിയാണ്. ഇപ്പൊ ആക്ച്വലി ഞാൻ കാരിങ് ആയിട്ട് എന്റെ വീട്ടിലാണുള്ളത്. പഠിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയ പ്രതിസന്ധികളാണ്, എന്നാലും തരണം ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ, ഓൾ ദ വെരി ബെസ്റ്റ്. എന്റെ പേര് രേണുക. ഞാൻ ഷൊർണൂരാണ് താമസിക്കുന്നത്. അപ്പൊ എനിക്ക് അഷ്ന ഫസ്റ്റ് വന്ന കുട്ടീനെ എനിക്കൊന്ന് പരിചയപ്പെടണമെന്നുണ്ട്. പട്ടാമ്പി ആ സൈഡിൽ തന്നെ ആവുമ്പോ എനിക്കൊരു പഠിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ജോയിൻ ആയിട്ട് ചെയ്യാന്ന് തോന്നുന്നു. എന്റെ വീട് പട്ടാമ്പി മുതുതലയാണ്. മുതുതല. ഞാൻ ഷൊർണൂരാണ്. റെയിൽവേ സ്റ്റേഷന്റെ ഞാനിവിടെ ഒരു സ്കൂളിൽ, കാർമൽ CMI സ്കൂളിലാണ് വർക്ക് ചെയ്യണത്. അറിയാം. സയൻസ് ആണ് നമ്മള് ഹാൻഡിൽ ചെയ്യണത്. എനിക്ക് ആക്ച്വലി ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോഴേ എനിക്ക് MCA ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അപ്പൊ സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വേറൊരു അവിടെ ഒരു പോളിടെക്നിക് ഉണ്ട്, അതിലൊരു ഡിപ്ലോമയ്ക്ക് ചേർന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കല്യാണം അങ്ങനെയൊക്കെ പോയി. പിന്നെ ഞാൻ BEd ചെയ്തു. പിന്നെ ആ സ്കൂളില് ഇപ്പൊ ഒരു 10-20 വർഷമായിട്ടോ. അപ്പൊ ഞാനായിരിക്കും ചിലപ്പോ ഡിഗ്രി ഏതായിരുന്നു? ഞാൻ ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സ് അപ്പം നിങ്ങളുടെ ബാച്ചിൽ ചിലപ്പോ വേണമെങ്കിൽ ഞാനായിരിക്കും സീനിയർ. എനിക്കിപ്പോ ഇനി ഡ്രീംസ് എന്ന് പറയാൻ അങ്ങനെ ഡ്രീംസ് എനിക്ക് കുറച്ചും കൂടി റിസോഴ്സ്ഫുൾ ആവുക എന്നുള്ളതാണ് ഞാൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പൊ ഞാനൊരു കമ്പ്യൂട്ടർ ടീച്ചറാണ്. അപ്പൊ എന്തായാലും എനിക്ക് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യണം, അവർക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി നമ്മൾ അപ്ഡേറ്റഡ് ആവണം എന്ന് തോന്നി. പിന്നെ നമ്മുടെ സ്കൂൾ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, എപ്പോഴും കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഞാൻ വിചാരിച്ചു പഠിക്കാം. എനിക്കറിയില്ല ഞാൻ എങ്ങനെ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ എവിടെന്നെങ്കിലും ചെയ്യായിരിക്കും. മെന്ററുടെ ഒക്കെ ഹെൽപ്പ് എനിക്ക് നല്ലോണം വേണ്ടി വരും. അപ്പോ എനിക്കൊരു എന്താ പറയാ, ഒരു കോൺഫിഡൻസ് ഉണ്ട്. എല്ലാവരും ഹെൽപ്പ് ചെയ്താൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന. പിന്നെ ഞങ്ങക്ക് ഇതുപോലെ പഠിക്കണ സമയമൊക്കെ എനിക്ക് വളരെ കുറവായിരിക്കും കിട്ടുക. അപ്പോ കുറെ കാര്യങ്ങൾ സ്കൂളിൽ തന്നെ ചെയ്യാനുണ്ട്. അപ്പോ എന്നാലും ഞാൻ ശ്രമിക്കും. നിങ്ങളൊക്കെ നല്ലൊരു ടീമിന്റെ കൂടെ ഞാനെന്ന് വിചാരിക്കുന്നു. അർച്ചന മാം, അത്രയ്ക്ക് പറയാനുള്ളൂ. താങ്ക് യു മാം. കേൾക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു സെഷനിൽ ഒന്ന് ബ്രീഫായിട്ട് പറയാം. മീറ്റപ്പ് എന്ന് തന്നെയാണ്, ഐസ് ബ്രേക്കിംഗ് ആണ്. നമുക്ക് സബ്ജക്ട് ബേസ്ഡും സിലബസ് ബേസ്ഡും ഒക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ വരുന്നുണ്ട്. അതിന് മാത്രമായിട്ട് ഒരു സെഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ബേസ് പോയതുപോലെ തന്നെ നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ മീറ്റ് ചെയ്യുക, നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങളുടെ ഇൻട്രസ്റ്റഡ് ഏരിയ ഏതൊക്കെയാണ്, നിങ്ങളൊന്ന് സംസാരിച്ച് സെറ്റ് ആവുക. ഐസ് ബ്രേക്കിംഗ് സെഷൻ മാത്രമാണ് ഇത് കേട്ടോ. അപ്പൊ ആ ഒരു സെൻസോട് കൂടി തന്നെ എല്ലാവരും വരിക. നിങ്ങളുടെ നമുക്ക് എല്ലാവർക്കും ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ, അതൊന്ന് മാറ്റുക എന്ന് മാത്രമാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് വിചാരം കാണുന്നതാണ് ഈ ഗെയിം, എന്തിനാണ് ഗെയിം, എന്ത് ആവശ്യത്തിനാണ് ഗെയിം എന്നുള്ളത്. പക്ഷെ അത് ഓരോ ഘട്ടം കഴിയുന്നതോറും നിങ്ങൾക്ക് അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക്, നമ്മുടെ പ്രോഗ്രാമിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോവാം.
ജസ്റ്റ് ഒരു ഗെയിം ഒക്കെ കണ്ടക്ട് ചെയ്ത് ഇപ്പൊ പല ആൾക്കാരും മിണ്ടാതിരിക്കുന്നുണ്ട് ഇതിൽ. അപ്പൊ അവരെയൊക്കെ ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് ഊർജ്ജമാക്കി എനർജറ്റിക് ആയിട്ട് നമുക്ക് കൊണ്ടുവരണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗെയിം കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ റെഡിയാണോ? ഓക്കെ, റെഡി ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട്, പേര് മാറ്റാത്ത മീൻസ് പേര് റീനെയിം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ റീനെയിം ചെയ്യുക. കാരണം ഈ ഒരു ഗെയിം കണ്ടക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വിളിക്കുക, അച്ഛനമ്മന് മാത്രമേ നിങ്ങളെ അറിയത്തുള്ളൂ, എനിക്കറിയില്ല. അത്യാവശ്യം നിങ്ങളെ ഒന്ന് വിളിക്കണം, ഒന്ന് എൻകറേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൊന്ന് റീനെയിം ചെയ്യുക, വീഡിയോ ഓൺ ആക്കുക, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഗെയിമാണ്. അപ്പൊ ഇതിന്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഇനിഷ്യലി നോക്കാം. അപ്പൊ നമുക്കിവിടെ ഓരോ ഇമേജസ് കാണിക്കും. ഓക്കെ, ആ ഇമേജസ് കണ്ടതിന് ശേഷം ആ പഴഞ്ചൊല്ല്, അത് ഒരു പഴഞ്ചൊല്ലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുക. അപ്പൊ ആ പഴഞ്ചൊല്ല് ഏതാണെന്നുള്ളത് പറയണം. ഇതാണ് ഗെയിം. ഓക്കെ, അപ്പൊ ഇനിഷ്യലി നമുക്ക് തന്നിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പഴഞ്ചൊല്ല് എന്താണെന്ന് പറയാം. അടി തെറ്റിയാൽ ആനയും വീഴും. അടി ഓക്കെ, രേണുകാമ്മ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്. നൈസ്. വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ആനയുണ്ട്, ചിത്രശലഭമുണ്ട്, പൂക്കളുണ്ട്. വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? നോ ഐഡിയ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ പറയാം. ആർക്കെങ്കിലും? ഇല്ലെങ്കിൽ നമുക്കിത് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ്. കറക്റ്റ് ആണ്, രേണുക മാം പറഞ്ഞ കറക്റ്റ് ആണ്. അടി തെറ്റിയാൽ ആനയും വീഴും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. എല്ലാരും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ക്യാമറ ഒക്കെ ഓൺ ആക്കി അൺമ്യൂട്ട് ചെയ്ത് പറയാം. എലിയെ പേടിച്ച് എലിയെ പേടിച്ചില്ലം ചുടരുത്. ചുടുക. എലിയെ ഓ. പേടിച്ചില്ല ചുടുക. സിമ്പിൾ. ആ. വെരി സിമ്പിൾ. ഓക്കെ, വേറെ ഏതെങ്കിലും പഴഞ്ചൊല്ലായിട്ട് റിലേറ്റ് ചെയ്ത ഇമേജ് ആണോ? അങ്ങനെ നോക്കണോ? ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എലിയെ പേടി ചില്ലം ചുടരുത്, കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് എളുപ്പമായിരിക്കും. ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടില്ല. ആ. ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടില്ല. ഓക്കെ, എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ഇതിലൊരു ആരും ഞാൻ ഏകദേശം മാത്രമേ പറയുന്നില്ലല്ലോ. പറയുന്നുള്ളൂ. ഓക്കെ, വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ പറയാൻ വേണ്ടി? ആരെങ്കിലും പറഞ്ഞോളൂ. കൺവേർട്ട് ആക്കി പറഞ്ഞോളൂ. അതന്നെ ശരിയായിക്കോണമെന്നില്ല, നിങ്ങൾക്കും പറയാം. ഓക്കെ, നമുക്ക് നോക്കാം. ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടും, കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് വൺ. ഇത് എളുപ്പമായിരിക്കും. കടൽ ചെന്നാൽ നായ പിടിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടെ പറയും. ഓക്കെ, വേറെ ആർക്കും പറയാനില്ല? ഓക്കെ, നമുക്ക് നോക്കാം ആൻസർ എന്താണെന്ന്. നടുക്കടൽ ചെന്നാലും നായ നക്കിയെ കുടിക്കും, കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് പറയാം. പോത്തിന്റെ ചെവിയിൽ വേദം ഊതിയിട്ട് കാര്യമില്ല. ഓക്കെ, വേറെ ആർക്കും പറയാനില്ലേ? പറയൂ. ഞാൻ ഇനി പറയണ്ട. unmute ചെയ്ത് പറയൂ. ആ, രേണുകമ്മ കുറച്ച് റെസ്റ്റ് എടുക്കുക. ഇനി ബാക്കിയുള്ളവരെല്ലാം പറയും. ഷാനു ഒന്നും പറയാനില്ല. അൺമ്യൂട്ട് ചെയ്ത് ഞാൻ ഇവിടെ ഉണ്ട്. സംസാരിക്കൂ. അല്ല, സെയിം മാം പറഞ്ഞ കറക്റ്റ് ആണ്. കറക്റ്റ് ആണോ? അതെ. ഒന്നുകൂടെ നോക്കി മാം പറഞ്ഞത് പോത്തിന്റെ ചെവി വേദം ഊതിയിട്ട് കാര്യമില്ല. കറക്റ്റ് ആണല്ലോ. നോക്കാം നമുക്ക്. കറക്റ്റ് ആണ്, പോത്തിന്റെ ചെവി വേദം ഊതിയിട്ട് കാര്യം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് എളുപ്പമാണ്, സിമ്പിളാ. പെട്ടെന്ന് അൺമ്യൂട്ട് ആക്കി പറയൂ. ചെവി കെട്ടാ പുലി പുല്ലും തിന്നും. ഓക്കെ, നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ.
പൂച്ചയുണ്ട്, ബാക്കിയുള്ളവരാരും എന്താ സംസാരിക്കാത്തെ? ഹസ്ന, ഒരു അഞ്ജന, കല ഉണ്ട്. ആഷിക ഒക്കെ എന്തുമായിട്ട് പറയ്. റിലേറ്റ് ചെയ്ത് വരും? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ ട്ടോ. പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം? ഓക്കെ. പിന്നെ വേറെ ആർക്കും പറയാനില്ല? മിണ്ടാപ്പൂച്ച കല ഉടച്ചു. ആ, ഉം. പിന്നെ വരട്ടെ, ഇപ്പൊ രണ്ട് വേറെ ഓപ്ഷൻസ് ആൻസേഴ്സ് ആയി. വരട്ടെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? പൂച്ചയായിട്ട് റിലേറ്റ് ചെയ്ത വേറെ പഴഞ്ചൊല്ല് ഏതെങ്കിലും ഉണ്ടോ? നമുക്ക് നോക്കാം. മിണ്ടാപ്പൂച്ച കല ഉടയ്ക്കുക, അതാണ് കറക്റ്റ്. അഞ്ജനയാന്ന് തോന്നുന്നു പറഞ്ഞല്ലേ ആൻസർ? ആ നെക്സ്റ്റ് വൺ. ആശ ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഓക്കെ, അത് എന്തെങ്കിലും തന്നെയാണോ? ആൻസേഴ്സ് ഉണ്ടോ? ഉറപ്പാണോ? നമുക്ക് നോക്കാം. ആന കൊടുത്താലും ആശ കൊടുക്കരുത് കറക്റ്റ് ആൻസർ ആണ്. ഇതെന്തായിരിക്കും? പറയാവോ? എല്ലാരും സ്റ്റക്ക് ആയിപ്പോയി. ഉം. അഞ്ജന അൺമ്യൂട്ട് ചെയ്തോളൂ. സംസാരിക്കുന്നുണ്ടോ? ഇല്ല. കിട്ടിയില്ല? ഹസ്ന, രേണുക മാം, റിസ്വാന ഒന്നും സംസാരിക്കില്ലല്ലോ. എന്തായിരിക്കും ഇത്? ഇല്ല മാം, വർക്കിലാണ്, അതാണ്. അല്ല, ആഷിക, സംസാരിക്കാത്തത് വർക്കിലാണ്, അതാണ്. ആർക്കും ആൻസർ അറിയില്ല? ഞാൻ മോള് കരഞ്ഞത് കാരണമാണ്. ഒരു ക്ലൂ തരുവോ? അവിടുത്തെ ആ ഒരു ഇമേജിൽ വരുന്ന ടേംസ് ഒക്കെ കണക്ട് ചെയ്താൽ കിട്ടും. അങ്ങാടി തോറ്റ അമ്മനോട്, അതാണ്. അല്ല, അല്ലാതെ നോക്കിക്കേ, അവിടെ മണ്ണുണ്ട്, അവിടെ പെണ്ണുണ്ട്. ആ മണ്ണും ചാരി കൊണ്ടുപോയി. ആ, സുഹൃത്ത് എന്നാ ഞങ്ങള് പറയാം. ആക്ച്വലി മണ്ണും ചാരി നിക്കണതല്ല, കാലിന്റെ ഉള്ളിൽ മണ്ണ് ചാരി നിക്കുന്നില്ല. ഇമേജ് കുറച്ച് അത്ര കറക്റ്റ് അല്ല. മണ്ണില് നമുക്ക് ചാരി നിൽക്കാൻ പറ്റില്ലല്ലോ. ഒരു മണ്ണ് ഞങ്ങൾ ഒപ്പിച്ചെടുത്തതാണ്. ഒരു കുറച്ച് മൺകൂന കൺഫ്യൂസ്ഡ് ആയില്ലേ? കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഗെയിം. ഓക്കെ, ഇഷ്ടപ്പെട്ടോ ഗെയിം? ആ പോയിന്റ്സ് കൂടുതലുള്ളവർക്ക് പ്രൈസ് ഒക്കെ ഉണ്ടോ മാം? അങ്ങനെയല്ലേ ഗെയിം കഴിഞ്ഞ? അതൊക്കെയുണ്ട്. നമുക്ക് എല്ലാ സെഷനിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഓറിയന്റേഷൻ പ്രോഗ്രാം 10 എന്ന് പറഞ്ഞിട്ട് സാധനം ഇങ്ങോട്ട് വരും. അതിനാണ് നമ്മൾ ഈ ആക്ഷൻ ടാസ്കും ഒക്കെ തരുന്നത്. ഫസ്റ്റ് സെഷനകത്ത് ആക്ഷൻ ടാസ്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബെസ്റ്റ് പെർഫോമറെ ഒക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ചിലപ്പോൾ അത് ബാച്ച് വൈസ് വരും, ചിലപ്പോൾ അത് ഫുള്ളായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എൻറ്റയർ സെഷനുണ്ട്, 12 സെഷനോളം നമുക്ക് വരുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആണ്. ഓക്കെ, ഇപ്രാവശ്യം എനിക്ക് തോന്നുന്ന രേണുക കൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കും. ഞാൻ പൊളിക്കാണ്. ഇതൊക്കെ സിമ്പിൾ ആയോണ്ടാവും. വലിയ വലിയ ടാസ്ക് വരുമ്പോ നോക്കാച്ചിട്ടാ അവരൊക്കെ. ഞാനിതേ പ്രൈമറി സെക്ഷനില്ല, അപ്പൊ ഞാൻ ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഞാനേ മോള് കരഞ്ഞു, അത് കാരണം മ്യൂട്ടാക്കി വെച്ചിരിക്കുക. എനിക്ക് 2 വയസ്സായ കുട്ടിയുണ്ട്. കണ്ടോ, മേഡത്തിന് ഒരു പോരാളിയുണ്ട്. അതെ കാണാം. ഓക്കെ, നമുക്ക് ഇനി ബാക്കിയുള്ളവരെ പരിചയപ്പെടാം. ഓക്കെ, ഇനി ആരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്? വോളണ്ടറി ആയിട്ട് മുന്നോട്ട് വരാം. എന്റെ പേര് ഹസ്ന എന്നാണ്. എന്റെ സ്ഥലം പാലക്കാട് വടക്കഞ്ചേരിയാണ്. ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലപ്പുറത്ത്. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഫ്രം അക്കാഡമിക് കോർഡിനേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ലേൺവൈസിൽ ജോയിൻ ചെയ്ത് ആ ഒരു ജേർണിയെ പറ്റി പറയാമോ? ഓക്കെ. എനിക്ക് MCA ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ BCA കഴിഞ്ഞിട്ട് ആ സിറ്റുവേഷനിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല MCA ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് MCA ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ലേൺവൈസ് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് തോന്നി. പിന്നെ നമുക്ക് മെന്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഒരു സപ്പോർട്ടായിട്ട് തോന്നിയതുകൊണ്ടാണ് പിന്നെ ലേൺവൈസ് എടുത്തത്. ഇപ്പൊ അതേപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പേഴ്സണലി നമുക്ക് എപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുന്നുണ്ട്. നമുക്ക് എന്ത് ഡൗട്ട്സ് ആണെങ്കിലും പെട്ടെന്ന് ചോദിക്കാൻ പറ്റുന്നുണ്ട്. എന്താണ് ഹസ്നയുടെ ഒബ്ജക്റ്റീവ്? എന്താണ് ഡ്രീം? എന്താണ്?
ഡ്രീം എന്റെ വന്നിട്ട് ടീച്ചർ ആവാനാണ്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡും നമുക്കൊരു കോർഡിനേറ്റർ ഫീൽഡാണ്. നമുക്ക് കുട്ടികളെ കംപ്ലീറ്റ് മോണിറ്റർ ചെയ്യുന്നതും അവരുടെ എക്സാംസ് ഒരു നീറ്റിന്റെ കോച്ചിങ് സെന്ററിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എൻ്റയർലി അവരുടെ അക്കാഡമിക്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ നോക്കുന്നത്, ഷെഡ്യൂളും കാര്യങ്ങളും എല്ലാം. എനിക്ക് മെയിൻലി അതാണ്, കുട്ടികളായിട്ട് കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്യാനും. ടീച്ചിങ് ഫീൽഡ് നോക്കിയിട്ടാണ് ഞാനിപ്പോ PG ചൂസ് ചെയ്തത് തന്നെ. ഓക്കെ. എന്തൊക്കെയാ ഹോബീസ്? ഹോബീസ് ബുക്ക് വായിക്കും, പിന്നെ പാട്ട് കേൾക്കും, അങ്ങനെയൊക്കെയുള്ള. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ മാം, താങ്ക് യു. നെക്സ്റ്റ് ആരാ വരിക? ഓക്കെ, ഹലോ എവ്രിവൺ. എൻ്റെ പേര് ഇന്ദുജ എന്നാണ്. ഞാൻ കോതമംഗലം എറണാകുളത്ത് നിന്നാണ്. ഞാൻ 2016 BCA പാസ് ഔട്ട് ആണ്. അതിനുശേഷം കല്യാണം കഴിഞ്ഞു, പിന്നെ അബ്രോഡ് പോയി. പിന്നീട് ഞാൻ സൈബർ സെക്യൂരിറ്റിയിൽ ഡിപ്ലോമ ചെയ്തു. ഇപ്പം MCA ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ ഇപ്പൊ റീസെന്റ് ആണ് ജോയിൻ ചെയ്തത്. ഓക്കെ. ഹോബീസ് ഒക്കെ എന്തൊക്കെയാണ്? ഹോബീസ് വായിക്കും, പിന്നെ സോങ്സ് കേൾക്കും, അങ്ങനെ. ഓക്കെ. ലേൺവൈസിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? സ്റ്റഡീസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ചെറിയൊരു ടെൻഷൻ ഉണ്ട്, കാരണം ഇത്ര ഒരു ഗ്യാപ്പിന് ശേഷം PG ചെയ്യുമ്പം ഓഫ്കോഴ്സ് എന്തായാലും ചെറിയൊരു ടെൻഷൻ ആവുമല്ലോ. സിലബസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാം പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റുമോ. അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പും വന്നിട്ടുണ്ടല്ലോ. 2016 ഞാൻ BCA കംപ്ലീറ്റ് ചെയ്തത്. അപ്പം ഇപ്പൊ PG ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. ഓക്കെ. എനിവേ ടെൻഷൻ അടിക്കേണ്ട. എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും എന്തൊരു ഇഷ്യൂസ് വരുവാണെങ്കിലും എൻറ്റയർ ലേൺവൈസ് ടീം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ. നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. എനിവേ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മാം. ഓക്കെ മാം, എന്റെ പേര് റിസ്വാന. ഞാന് എറണാകുളത്താണ് എന്റെ വീട്. എറണാകുളം ഫോർട്ട് കൊച്ചി ആ സ്ഥലത്ത്. ഓൾറെഡി ഞാൻ നേരത്തെ കൊറോണ ടൈം 2016 ഞാൻ BCA കഴിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് മാരേജ് ആയി, പിന്നെ ബേബീസ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കൊറോണ ടൈമിലായിരുന്നു MCA അപ്ലൈ ചെയ്തത്. പക്ഷേ ഈ ലാബും കാര്യങ്ങളൊന്നും ആ ടൈമിൽ അറിയാൻ പറ്റണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഇതിൻ്റെത് എന്നൊന്നും അറിയാൻ പറ്റാതെ ഞാൻ അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെയും തോന്നി, എന്റെ ഹസ്ബൻഡ് ഒരു ട്യൂട്ടോറിയൽ നടത്തുകയായിരുന്നു. അപ്പൊ അവിടെ എനിക്ക് അക്കൗണ്ട്സ് ആണ്. പിന്നെ ഓൾറെഡി ഞാൻ BCA ചെയ്തോണ്ട് തന്നെ അവിടുത്തെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ, അക്കൗണ്ട്സ് അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ബേബീസ് ഉള്ളതുകൊണ്ട് എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റാതെയായി, പഠിപ്പിക്കാൻ കയറാൻ പറ്റാതെ ആയപ്പോൾ ഞാനത് അക്കൗണ്ട്സിൽ മാത്രം അവിടെ നിന്നു. ഇപ്പോ തോന്നി ഒരു MCA എടുക്കണം, കണ്ടിന്യൂ ചെയ്യണം എന്ന് തോന്നി. നല്ല പേടിയുണ്ടായിരുന്നു, കാരണം ഓൾറെഡി ഒരു പ്രാവശ്യം ബ്രേക്ക് ചെയ്തതാണ്. പക്ഷെ അപ്പൊ എനിക്ക് ലേൺവൈസിന്റെ കാര്യം അറിയില്ലായിരുന്നു. അപ്പൊ എന്റെ ഒരു കസിൻ ഇവിടെ MBA ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലേൺവൈസില്. അപ്പൊ ആള് ഓക്കെ പറഞ്ഞോണ്ടിട്ട് ഞാൻ ജോയിൻ ചെയ്തതായിരുന്നു. ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതേപോലെ എന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 4 മണി 5 മണി ആയതുകൊണ്ടിട്ട് രാത്രി 10 മണി വരെയും ഞാൻ ആ വർക്കിലായിരിക്കും. രാവിലെ പിന്നെ 3 ബേബീസ് ഉണ്ട്. ചെറിയ വാവക്ക് 1 വയസ്സാവണുള്ളൂ. അപ്പോ അതിന്റെ എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇനിയും വൈകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ മറ്റുള്ള സ്റ്റാഫുകളെല്ലാം ഇതേപോലെ PGയും അത് കഴിഞ്ഞ എല്ലാമാണ്. അപ്പോ അത് നമുക്കും അതേപോലെ PG ഒക്കെ എടുക്കാൻ ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ റീജോയിൻ ചെയ്തത്. പിന്നെ മാം നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം ഡെയിലി വിളിച്ച് അപ്ഡേറ്റ് ചെയ്യണോണ്ടിട്ട് നമുക്ക് ഒരു ദിവസം ചെയ്തില്ലെങ്കിലും മാം അപ്പൊ തന്നെ വിളിക്കുമ്പോ ഒരു സമാധാനമാണ്, എന്നാ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട്. ചില സമയം ഞാൻ പഠിച്ചു കിടക്കുന്നത് തന്നെ 2 മണിയൊക്കെ ആകും. പിന്നെ എന്നാലും ഇത് ഇനി ബ്രേക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്നാലും ഇപ്പൊ പേടിയുണ്ട്, കണ്ടിന്യൂസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. പിന്നെ എന്തായാലും നോക്കാന്ന് വിചാരിച്ചു. ഓക്കെ. റിസ്വാനയുടെ ആ ഒരു പാഷൻ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് തന്നെ ഹാഫ് ഡൺ ആണ്. നമ്മളുടെ കോഴ്സിന്റെ ആ ഒരു ഹാഫ് ഡൺ എന്ന് തന്നെ പറയാം. അപ്പം ആ ഒരു എന്തൂസിയാസത്തോടു കൂടി തന്നെ കറക്റ്റ് ആയിട്ട് അസൈൻമെന്റ്സും ടേം ആൻഡ് എക്സാംസും ഒക്കെ നല്ല രീതിയിൽ അപ്പിയർ ചെയ്യുക. നല്ല രീതിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ. അർച്ചന മാം, നമുക്ക് ഒരു ഗെയിമും കൂടെ കളിച്ചാലോ അടുത്ത്? ഓക്കെ. നമുക്ക് ഗെയിമിലേക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാവേ. ഓക്കെ. നേരത്തേക്കാൾ ഉഷാറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. എല്ലാവരും തന്നെ ആൻസർ പറയണം കേട്ടോ. ഒരാൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് ആരും പറയാണ്ടിരിക്കരുത്. മിക്കവാറും മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ, അതന്നെ റെഡി ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ നെക്സ്റ്റ് ഗെയിമിന്റെ പേര് വരുന്നത് ഡീകോഡ് ആൻഡ് ഡിസ്കവർ ലോഗോസ് ആൻഡ് ഷോർട്ട് ഫോം ചലഞ്ച്.
ഞാൻ കുറച്ച് ലോഗോസ് കാണിക്കുന്നുണ്ടാവും. അപ്പം അത് ഏതാന്നുള്ളത് നിങ്ങൾ പറയാട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? റെഡി അല്ലേ എല്ലാവരും? ഓക്കെ. ഓക്കെ, ഇതേതാന്ന് പറഞ്ഞോളൂ. സ്പോട്ടിഫൈ. വേറെ എനി സജഷൻസ്? ഉറപ്പാണോ? ആ നോക്കാം നമുക്ക്. ആ സിമ്പിൾ ആണല്ലേ? ആ സിംപ്ല. സ്പോട്ടിഫൈ. ഓക്കെ, നമുക്ക് അടുത്തിലേക്ക് പോവാം. എല്ലാരും പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണം കേട്ടോ. പറഞ്ഞോളൂ. പോസ്റ്റ് ഓഫീസ്. പോസ്റ്റിന്റെ പോസ്റ്റ് പോസ്റ്റ് ഓഫീസ്. എന്ത് പോസ്റ്റ്? ഏത് പോസ്റ്റാ? ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. ആ, ഒന്നുകൂടി വരട്ടെ. വേറെ ഇനി ആർക്കെങ്കിലും ഉറപ്പിച്ചോ? അതന്നെ അറിയുള്ളൂ, അങ്ങനെ തോന്നണേ. ഓക്കെ, നമുക്ക് നോക്കാം. ആ എന്താണ് ഇന്ത്യൻ പോസ്റ്റ് അല്ലേ? ആ കറക്റ്റ്. ഓക്കെ, ആദ്യം പോസ്റ്റ് മാത്രം പറഞ്ഞു, പിന്നെ വേറെ വേറെ ആൻസേഴ്സ് വന്നു. അപ്പൊ എല്ലാരും പറയാട്ടോ, എല്ലാരും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. ഓക്കെ, അടുത്തയിലേക്ക് പോവാം. ഇതെന്താണ്? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, ബട്ട് നോട്ട് റിമെമ്പറിങ് റൈറ്റ് നൗ. ഐ നോ. ഇതാരും കണ്ടിട്ടില്ല ഈ ഒരു ലോഗോ? കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇപ്പോ കിട്ടുന്നില്ലേ? അങ്ങോട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സൗത്ത് ഇന്ത്യ ബാങ്കിന്റെ ആണ്. പോരട്ടെ? വേറെ ആൻസേഴ്സ് ഫെമിലിയറായിട്ടുള്ള ഒരു ഐക്കണാണ്. സോറി, ക്ലൂ പറയോ? സൗത്ത് ഇന്ത്യൻ ബാങ്ക്. നോക്കാം നമുക്ക്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഇല്ല, ആർക്കും ഒന്നും പറയാനില്ല. ഓക്കെ, നോക്കാട്ടോ. എന്താണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക് അല്ലേ? ഓക്കെ, അടുത്തയിലേക്ക് പോവാം. ഇതെന്താണ്? വേറെന്തെങ്കിലും? സൂപ്പർ. ഡൗനാണോ? ആ ഉറപ്പാ? ആ വേറെ ആർക്കും ഒന്നും പറയാനില്ല? കൊറേ പേര് ഡോവിന്റെ സിമ്പലാണ്. സോപ്പാണ് എന്താന്ന് അറിയില്ല, ഡോവിന്റെ സിമ്പലാണ്. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം ഏതാണ്. ഡവ് ആണ് അല്ലേ? കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത എടുക്കാം. ഇതേതാ? മഹീന്ദ്ര. വേറെന്തെങ്കിലും? ഉറപ്പാണോ അതാണ്? മഹീന്ദ്ര ഇല്ല. എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ഇതുവരെ പറയാത്തവരൊക്കെ ഉണ്ടല്ലോ ഇതില്. ട്വിൻ പിക്സ്. ഓക്കെ, നമുക്ക് നോക്കാം. മഹീന്ദ്ര തന്നെ അല്ലേ? ഓക്കെ, ശരി. എന്നാ അടുത്തയിലേക്ക് പോവാം. ഇത് സിമ്പിൾ ആണ്, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവും അല്ലേ? ഓക്കെ എയർടെൽ അല്ലേ? ഓക്കെ, അടുത്തത് നോക്കാം. ഇതെന്താന്നറിയോ? എല്ലാരും പറയണേ. ഇൻഷുറൻസ് ആണോ? ഉറപ്പാണോ? അങ്ങനെ തോന്നുന്നു. വേറെ എന്തെങ്കിലും ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസിന്റെ. ഏത് ഇൻഷുറൻസാ? ഹെൽത്ത് ഇൻഷുറൻസ്. വേറെ എന്തെങ്കിലും? പിന്നെ എല്ലാരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ഇങ്ങനെ ഒരു ചാൻസ് നമുക്ക് ഇനി കിട്ടില്ല കേട്ടോ. നോക്കാം. റെഡിയാണല്ലേ? സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ്. ഓക്കെ, എല്ലാരും നല്ലോണം ആൻസേഴ്സ് ഒക്കെ പറയുന്നുണ്ടല്ലോ. ഇതേതാ? അലൻസോളി. വേറെന്തെങ്കിലും? വേറെന്തെങ്കിലും സജഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഈ ലോഗോ ഇല്ല? ഉറപ്പിച്ചോ? അലൻസോളി ആണെന്ന് ഉറപ്പിച്ചോ? നോക്കാം നമുക്ക്. ആണല്ലേ? അലൻസോളി തന്നെയാണ് അല്ലേ? കറക്റ്റ് ആണ്. ഇനി അടുത്ത് നോക്കാം. ഇതെന്താ? ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. പിസ്സ. ആണോ? പിസ്സ ഇഷ്ടമുള്ളവരാണോ നിങ്ങളൊക്കെ? യെസ്. ആണോ? പിസ്സ ഫാൻസാ?
ഫാൻസ് അല്ല, കഴിക്കും. ഇഷ്ടമാണ് അല്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം ആൻസർ എന്താന്നുള്ളത്. ഡൊമിനോസ് പിസ്സ. ഡൊമിനോസ് പിസ്സ തന്നെ അല്ലേ? ഓ, ഇതെന്താന്നറിയോ? ഇതാരും കണ്ടിട്ടില്ല. എന്ത് ഉം? തലവേദന കുഞ്ഞോന്റെ ഇപ്പൊ ഈ പനി വന്നതിന്റെ അധികം വന്നതാണ്. ഫുഡ് കഴിക്കൽ കുറവായിട്ട്. ഇപ്പൊ ഈ പെണ്ണ് ഇതില് ഉറങ്ങും കൺഫ്യൂഷൻ ഉണ്ടോ? ചെയ്യും, അങ്ങനെ അധികമായതാ. വേറെ ആർക്കും സജഷൻ ഒന്നും ഇല്ലേ? ഇതെന്താ കിട്ടിയില്ല? ഇതുവരെയുള്ളൊക്കെ ഈസി ആയിരുന്നു അല്ലേ? ആരെങ്കിലൊക്കെ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. തെറ്റിയാ കുഴപ്പമില്ല, നമ്മളല്ലേ ഉള്ളൂ. കിട്ടുന്നില്ലേ? ഈ ആരും ഐക്കൺ മിണ്ടുന്നില്ലല്ലോ. കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഒരു ലോഗോ ഇതുവരെ കണ്ടിട്ടില്ല? അഞ്ജന കണ്ടിട്ടില്ലേ? അറിയില്ല? കണ്ടിട്ടില്ല. ആഷിക അറിയോ? ഷാനു അറിയില്ല? ഇല്ല, അറിയില്ല. അറിയില്ല അല്ലേ? അപ്പൊ ആരും ഇല്ല അറിയണതില്? ഇലക്ട്രിക് സ്കൂട്ടിന്റെ മാം എന്തെങ്കിലും ആണോ? മാപ്പാണോ? അല്ല അല്ല. മാപ്പ് അല്ല, ഒരു മോട്ടോ വെഹിക്കിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐക്കണാണ്. ഒരു എനർജി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു സംഭവം. മോട്ടോ മാപ്പാണോ? സ്കൂട്ടിയുടെ എന്തെങ്കിലും മോട്ടോ മാപ്പാണോ? അതെ, ഒരു അതെ. കമ്പനി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന. മോട്ടോ മാപ്പാണോ? അല്ല അല്ല. നമുക്ക് നോക്കാം. ലോണോ അങ്ങനെ എന്തെങ്കിലും? വേറെ ഇന്ദുജ, അറിയില്ല മാം, ദർശന, എന്റേതായിട്ട് അവരൊന്നും ആരും ഓർക്കുന്നില്ല. മിണ്ടണില്ലല്ലോ. യാസിൻ, എന്ത് സജഷൻ ആയാലും കുഴപ്പമില്ല, പറഞ്ഞോളൂ. ആരും പറയുന്നില്ല. ഏത്തർ. അതാരാ പറഞ്ഞേ? ആഷിക. ആഷിക പറഞ്ഞു. വീട്ടില് അപ്പൊ വണ്ടി ഉണ്ട്, അപ്പൊ നോക്കാം പോയി ശരിയാണോ. നോക്കിയതാണ്. വീട്ടില് വണ്ടി ഉണ്ട്, ഇപ്പൊ അതിനെ പോയി സപ്പോർട്ട് ചെയ്യുന്ന നോക്കിയതാണ്. ആരെങ്കിലും ഉണ്ടോ? ആ ഒരു ആൻസറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അതോ വേറെ ആൻസർ ആണോ? ഓക്കെ, ഇനി ഞാൻ നമുക്ക് ചെയ്യും. നോക്കാം. നോക്കാം നമുക്ക് അല്ലേ? അതെ, കറക്റ്റ് ആണ് കേട്ടോ. ഏതർ ഏതർ correct. എനർജി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Okay. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ഗെയിം ഇവിടെ കഴിഞ്ഞു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? ഇഷ്ടായോ? എന്റെ പേര് ഷിഫ്ന. ഞാനിവിടെ പൊന്നാനി അടുത്ത് മാറഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. 2010 BCA പാസ് ഔട്ട് ആയിട്ടുള്ളതാണ് ഞാന്. പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികള്, പിന്നെ കുറച്ചു കാലം അബ്രോഡ് ടീച്ചറായിട്ട് വർക്ക് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 8 വർഷമായിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഒരു സ്കൂളില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോ രേണുക മാം പറഞ്ഞ പോലെ സ്കൂള് നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് PG ചെയ്യാന്. പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഒരു ബാരിയർ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ അന്ന് BCA കഴിഞ്ഞ പാടെ നമുക്ക് ചെയ്യാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കുട്ടികളൊക്കെ ആയപ്പോ പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് വിട്ടുപോയൊരു കാര്യമായിരുന്നു. ഇപ്പം വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അറിയില്ല ഇതാണ് ഒരു ടീച്ചർ ആയതുകൊണ്ടുള്ള ഗുണം. ഇതാണ് 24/7 ആണ് നമ്മൾ വർക്കിങ്. ഓക്കെ, അപ്പോ ഇപ്പോ ആ ഒരു റീസൺ ആണ് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഒരു MCA കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായത്. അറിയില്ല എത്രത്തോളം സക്സസ് ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ഒരു അർച്ചന മാം ഉള്ളത് കൊണ്ട് അത് സക്സസ് ആയി പോകും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് എനിക്ക്. ഓക്കെ, എന്തായാലും നല്ല രീതിയിൽ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. മാമിന് ഒരു വർക്കിന്റെ ഒരു പ്രഷർ വരുന്നോണ്ടാണ് എനിക്ക് തോന്നുന്നു. അതെ ആ അതെ ഒരു ഇത് ഫീൽ ചെയ്യാറുണ്ട്. വീക്കിലി കോളിന്റെ അതെ. ടൈമിലാണെങ്കിലൊക്കെ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഉം. ഇനിഷ്യലി നല്ല രീതിയിൽ നമ്മൾ സബ്ജക്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചു വരുമായിരുന്നു. അപ്പൊ അതെ അതിന്റെ അതെ, അതാ ഇടയ്ക്കാണ് വെക്കേഷൻ സ്കൂൾ റീ ഓപ്പൺ ടൈമിലായിരുന്നല്ലോ. ആയത്. അതെ, വെക്കേഷൻ ടൈമിൽ ഞാൻ നാട്ടിലും ഇല്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു. സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പം ചെറിയ ചെറിയ പ്രഷറുകൾ നമുക്ക് ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പോ എനിഹൗ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. ഹായ്,
എൻ്റെ പേര് ഗായത്രി. ഞാൻ എറണാകുളത്ത് നിന്നാണ്. പിറവം എറണാകുളത്ത് നിന്നാണ്. ആക്ച്വലി BSc ഫിസിക്സ് ഗ്രാജുവേറ്റ് 2023 പാസ് ഔട്ട് ആണ്. അപ്പം ഫിസിക്സ് പഠിച്ചാണ് എനിക്ക് മനസ്സിലായത് ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ നോക്കിയപ്പോൾ IT ഫീൽഡാണ് കുറച്ചും കൂടി ജോലി കിട്ടാൻ ചാൻസ് കൂടുതലുള്ള ഒരു ഫീൽഡ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാനൊരു വെബ് ഡെവലപ്മെന്റ് കോഴ്സ് ഞാൻ പ്രോട്ടോടൈപ്പിൽ നിന്നാണ് ചെയ്തത്. മേൺ സ്റ്റാക്കിലാണ് ചെയ്തത്. അപ്പൊ ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു. എനിക്ക് 12 പാസ് കഴിഞ്ഞിട്ട് പിന്നെ ഫിസിക്സിലായിരുന്നു ഡിഗ്രി. അപ്പൊ ഒരു IT ജോബിന് എന്തായാലും ഒരു IT റിലേറ്റഡ് കോഴ്സ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ MCA ചൂസ് ചെയ്യുന്നത്. ലാൻഡ്വൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ? റീസെന്റ് ആണ് ജോയിൻ ചെയ്തത്, ഒരു 2-3 വീക്സ് ആയിട്ടുള്ളൂ. അതിനിടയിൽ നമ്മുടെ സെക്കൻഡ് സെമ്മിന്റെ എക്സാംസ്. അതെ, ഞാൻ ജോയിൻ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇത് നല്ല സോഴ്സ് കിട്ടുന്നില്ല. പഠിക്കാൻ പറ്റിയ ഒരു നല്ല സോഴ്സസ് ഒന്നും ഇല്ലായിരുന്നു ആക്ച്വലി. ഇപ്പൊ ലാബ് ആണെങ്കിലും ചോദിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അപ്പോഴാണ് ഞാൻ ലാൻഡ്വൈസിനെ പറ്റി അറിയുന്നതും അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ലാൻഡ്വൈസ്. എന്തൊക്കെയാണ് ഗായത്രിയുടെ ഹോബീസ് ഒക്കെ? ഹോബീസ് ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്തോണ്ടിരിക്കുകയാണ് ജോലിക്ക്. പിന്നെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞത് ഒരു IT കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയാണ്. ഓക്കെ, ഒരു എന്റർപ്രണർ ആവണം എന്നുള്ള ആഗ്രഹത്തോടെ ആണല്ലേ MCA കൂടെ ചെയ്യുന്നത്. ഓക്കെ, എനിവേ ഡ്രീംസ് എല്ലാം ഫുൾഫിൽ ആവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഞാനിപ്പോ ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ സെക്ഷന് മുന്നേ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് മാത്രമാണ് പഠിക്കുമ്പോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നാണ്. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടി. എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകളും ഉണ്ടല്ലോ, അവരും മുന്നോട്ട് വരുന്നുണ്ടല്ലോ പഠിക്കാൻ എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി. ഞാൻ 2020 BSc കമ്പ്യൂട്ടർ സയൻസ് പാസ്സായതാ. അത് കഴിഞ്ഞിട്ട് വീട്ടിലെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ കൊണ്ട് എനിക്ക് പിന്നെ പഠിക്കാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കോഡിങ് എനിക്ക് ഭയങ്കര പാഷനായിരുന്നു. ആ ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര പാഷനായിരുന്നു. കോഡിങ് എന്തായാലും ചെയ്യണം, ഡെവലപ്പർ ആവണം, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവണം എന്നൊക്കെ ഭയങ്കര പാഷനായിരുന്നു. പിന്നെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ കൊണ്ട് എനിക്ക് പിന്നെ ജോലിക്ക് പോകേണ്ട സിറ്റുവേഷൻ ആയി. പിന്നെ എനിക്ക് ഈ ഒരു ഫീൽഡേ വിട്ടുപോയി. 2 കൊല്ലം ഞാൻ വേറൊരു ഫീൽഡിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രോട്ടോടൈപ്പിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതും പാർട്ട് ടൈം ആയിട്ട് കോഡിങ്ങും കൂടി സൈഡിൽ കൂടി പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ കയറിയത്. പക്ഷേ വർക്ക് പ്രഷർ കൊണ്ട് നമുക്കൊന്നും പഠിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ വേറൊരു ചെറിയൊരു ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ കോഡിങ് മാത്രം പാർട്ട് ടൈം ആയിട്ട് പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവിടെ ജോലി ഭാരം കൊണ്ട് പിന്നെ പഠിത്തം നടക്കില്ല. അത് അർച്ചന മാമിന് അറിയാം. മാം എപ്പോ വിളിക്കുമ്പോഴും ഞാൻ വർക്ക് ചെയ്യും. രാത്രി വിളിക്കുമ്പോ വരെ ഞാൻ ചിലപ്പോ ഓഫീസിലെ കോളിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഇപ്പൊ അത് നിർത്തി ലാസ്റ്റ് പഠിത്തം മാത്രം എന്ന് വിചാരിച്ചപ്പോഴാണ് ഇപ്പൊ ക്യാരിയിങ് ആയത്. അതുകൊണ്ട് മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്ന എനിക്ക് മാത്രമേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ എന്നാണ്. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി. എല്ലാവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആണല്ലോ, അതിൽ നിന്ന് നമുക്ക് പഠിക്കാന്ന് ഇപ്പൊ മനസ്സിലായി. ഡിഫിക്കൽട്ടീസിനൊക്കെ ഓവർകം ചെയ്ത് വരുമ്പോഴാണല്ലോ ലൈഫ് കൂടുതൽ സക്സസ് ആവുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാവാനായിട്ട് പറ്റട്ടെ. നമുക്ക് നല്ല രീതിയിൽ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള എൻറ്റയർ സപ്പോർട്ട് ലാൻഡ്വൈസ് ടീമിൽ നിന്നുണ്ടാവും. ഇനി നമുക്ക് അതിനുള്ള സെഷൻസ് ഒക്കെ ഇപ്പൊ സിലബസ് ഡീകോഡിങ് ആയിക്കോട്ടെ, മെന്റൽ വെൽബീയിങ്ങിനുള്ള സെഷൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് വഴി നമ്മൾ കുറച്ച് സെൽഫ് മോട്ടിവേറ്റഡ് ആവും. നമ്മളുടെ കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ നമ്മളത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു സെഷൻ പോലും മിസ്സാവാതെ എല്ലാ സെഷൻസും കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനും, അതുപോലെ വീക്കിലി കോൾസ് ആയിക്കോട്ടെ, അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ കറക്റ്റ് ആയിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. ഇപ്പൊ തിരക്കാണെങ്കിൽ കൂടി ഇപ്പൊ നമ്മൾ വീക്കിലി കോളിലൊക്കെ ആണെങ്കിലും തിരിച്ചു വിളിക്കാനും, അതുപോലെ നമുക്ക് ആ ഒരു കണക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി ലാസ്റ്റ് നമ്മുടെ ഗെയിമിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്ന ഒരു ഗ്രാബ് ആൻഡ് റൺ ഗെയിം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വെർച്വൽ സ്കാവഞ്ചർ ഹണ്ട് എന്നൊക്കെ പറയാം. അതായത് നമ്മളിപ്പോ ഫ്രീ ആയിട്ടൊരു പൊസിഷനിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇതില് നമുക്ക് കുറച്ച് ഇമേജസ് കാണിക്കും. നമുക്ക് കുറച്ച് നെക്സ്റ്റ് സ്ലൈഡ് തൊട്ട് കുറച്ച് ഇമേജസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ കപ്പായിരിക്കാം, പെന്നായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കളറിലുള്ള ഒരു ഐറ്റം ആയിരിക്കാം. അത് നമ്മൾ പെട്ടെന്ന് പോയി എടുത്തിട്ട് വന്ന് സ്ക്രീനിൽ കാണിക്കും. ഓക്കെ, ഇതാണ് ഗെയിം.
ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ആക്കി വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മാക്സിമം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, മാക്സിമം നമുക്ക് ഗെയിംസ് എൻജോയ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാരും നമുക്ക് ക്യാമറ ഒക്കെ സ്റ്റാർട്ട് ഒന്ന് ഓൺ ചെയ്യാം. ആക്കൂട്ടോ. എല്ലാരും ക്യാമറ ഒന്ന് ഓൺ എല്ലാരും ആക്കി ക്യാമറ ഓൺ ആക്കണം. റെഡി ആയിട്ടിരുന്നോളൂ. നമ്മൾ ഏത് പിക്ചറാ കാണിക്കുന്നത് അത് നിങ്ങളുടെ അടുത്തുള്ളത് പോയി എടുത്തിട്ട് നിങ്ങൾ ക്യാമറയിൽ കൊണ്ടുവന്ന് നമുക്ക് കാണിക്കണം. ഓക്കെ, ഓക്കെ, എല്ലാരും എല്ലാരും ക്യാമറ ക്യാമറ ഓൺ ഓൺ ആക്കിയോ? ആക്കണം, മാക്സിമം എല്ലാവരും തന്നെ. ഫൈനൽ ഗെയിം ആണ്, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങൾ ഓക്കെ, ഇരുന്നോടത്ത് നിന്നൊക്കെ ഒന്ന് എണീറ്റിട്ട് മാം പുറത്ത് വരണം കേട്ടോ. മാം ഞാൻ വർക്കിലാണ്, ഫസ്റ്റ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. വർക്കിംഗ് ആണോ? ആ ആ റിസ്വാനയ്ക്ക് പറ്റില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ബാക്കിയുള്ളവർക്ക് സാരമില്ല. ആർക്കൊക്കെ കപ്പ് കിട്ടി? ഓക്കെ, ഷാനുവിന് കിട്ടി, രേണുക മാം, ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ കപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, കിട്ടിയോ? നെക്സ്റ്റ് വൺ നോക്കാം. കലണ്ടർ ആണ്, കലണ്ടർ. കലണ്ടർ പെട്ടെന്ന് പോയി. അഞ്ജന കാണിച്ചിട്ടുണ്ട് കലണ്ടർ. ഓക്കെ, എവിടെ ഗായത്രി? കലണ്ടർ ഇല്ലേ ആ വീട്ടില്? ഹസ്ന കാണിച്ചു, ഞാൻ ഷിഫ്ന മാം കാണിച്ചു, ഷാനു, ഓൾമോസ്റ്റ് എല്ലാരും. പോണത്. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ കാണിക്കാനേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഓക്കെ, രേണുക റൂമിലൊക്കെയുള്ള മാം കാര്യങ്ങളാട്ടോ കാണിച്ചിട്ടുണ്ട്. കാണിക്കുന്നേ. അടുത്തതിലേക്ക് പോയാലോ? ഓക്കെ, ഓ, ഒരു ഹാൻഡ് റിട്ടൺ ഡയറി അല്ലെങ്കിൽ നോട്ട് ബുക്കോ അതില് ലേൺ വൈസ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കണം. ലേൺ വൈസ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. അറ്റ്ലീസ്റ്റ് സബ്ജക്റ്റിന്റെ നെയിം എങ്കിലും ലേൺ വൈസ് ഇല്ല, പക്ഷെ അതിന്റെ നോട്ട്സുകൾ ഉണ്ട്. ഓക്കെ ഓറിയന്റേഷൻ സെഷന്റെ കുറച്ച് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട് നോട്ട്. എല്ലാരും ഇപ്പൊ പഠിക്കുന്നുണ്ട്, അതും കൂടി ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഹസ്നയുടെ നോട്ട്ബുക്ക് കണ്ടു, ആഷികയുടെ കണ്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാരും തന്നെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഷാനുവിന്റെയും കണ്ടു. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോയാലോ? ഓ, മെഷറിംഗ് ടേപ്പ് ആണ്. ടൈലേഴ്സ് ഒക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എപ്പോഴും കാണുന്ന ഒരു ഐറ്റം ആണ് മെഷറിംഗ് ടേപ്പ്. ഹസ്നക്ക് കിട്ടിയല്ലേ? മെഷറിംഗ് ടേപ്പ് ഹസ്ന കാണിച്ചിട്ടുണ്ട്. മെഷറിംഗ് ടേപ്പ് മെഷറിംഗ് ടേപ്പ് വേറെ ആർക്കും കിട്ടിയില്ല. അഞ്ജന കാണിച്ചോ? അഞ്ജന കാണിക്കുന്നുണ്ട്. ടേപ്പാണോ? ഓക്കെ, ഓക്കേ. കണ്ടു കണ്ടു. വേറെ ആരും ഓക്കേ. വീട്ടിലില്ലേ ടേപ്പ്? മെഷറിംഗ് ടേപ്പ് ആരും വീട്ടിലും ഇല്ല? ഇല്ല. ഓക്കെ. ശരി, മോശം. ആരും Next. വീട്ടിലും ഇല്ലേ? ദർശന ഇന്ദുജ ഒന്നും വരുന്നില്ലല്ലോ, ക്യാമറ ഓൺ ആക്കുന്നില്ലല്ലോ, ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. എല്ലാരും Last game ആണേ. പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ഇന്നത്തെ ഫൈനൽ ഗെയിം ആണ്, ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നൂറ മാം നെക്സ്റ്റിലേക്ക് പോ. ഓക്കെ, വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത എടുക്കാൻ. ഇതില്ലാത്ത വീട് ഉണ്ടാവില്ല കേട്ടോ. ഇതില്ലാന്ന് പറഞ്ഞാൽ ആരും ഇരിക്കരുത്, എല്ലാരും പോയിട്ട് എടുത്ത് തന്നെ. പല്ല് തേക്കാറില്ലേ ആരും? ഓക്കെ, ഹസ്ന കാണിച്ചിട്ടുണ്ട് ടൂത്ത് പേസ്റ്റ്. അഞ്ജന കാണിച്ചു. ഷാനു അനങ്ങുന്നില്ലല്ലോ ഷാനു വെറുതെ. പോയി പേസ്റ്റ് എടുത്തിട്ട്. ഞാൻ ഷിഫ്റ്റിലായിരുന്നു. ഞാൻ ഇത് ടിക്കറ്റ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്, അതാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നു. ഓക്കെ, സാരമില്ല. രേണുക മാം കാണിച്ചിട്ടുണ്ട്. രേണുക മാം കാണിച്ചു. ഷിഫ്ന മാം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോ. എനിത്തിങ് വിത്ത് യെല്ലോ കളർ. ഓക്കെ, ഷിഫ്ന മാം യെല്ലോ കാണിച്ചു. ബുക്ക് ഉണ്ട്, പെന്നുണ്ട്, കത്തി അഞ്ജന കാണിച്ചിട്ടുണ്ട്, കാണിച്ചത്? ഒരു ബോക്സ് കാണിച്ചിട്ടുണ്ട്. രേണുക മാം. റിസ്വാന യെല്ലോ കളറിൽ എന്തോ ആണോ കാണിക്കുന്നത്?
നിങ്ങളുടെ ഓക്കെ. ആ അടുത്തുള്ള എന്തും ബോക്സ്. കാണിക്കാം കേട്ടോ. യെല്ലോ ആ കളറിൽ എന്ത് ഓക്കെ വേണേലും കാണിക്കാം. ഓക്കെ. ആ ബോക്സ് എല്ലാം ഞാൻ ആശിക. ആ ആഷിക കാണിച്ചു. ആ ഓക്കെ. ഒരു ടോയ് ആണ് നെക്സ്റ്റ് നോക്കാം നമുക്ക്. കാണിച്ചിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ് വൺ സാനിറ്റൈസർ ആണ്. സാനിറ്റൈസർ ഇല്ലേ വീട്ടില്? അതാണ് ടാസ്ക്. ഉണ്ട് ഇല്ല മാം. സാനിറ്റൈസർ. ആരുടെ വീട്ടിലും ഇല്ലേ? ആ ആ രേണുക രേണുക മാം കാണിച്ചിട്ടുണ്ട്. കാണിച്ചിട്ടുണ്ട് സാനിറ്റൈസർ. അഞ്ജന അഞ്ജന കാണിച്ചു. കാണിച്ചിട്ടുണ്ട്. ഓക്കെ. വേറെ ആരുടെയും പക്കല് സാനിറ്റൈസർ ഇല്ല? 3-4 ഇയേഴ്സ് മുന്നേ ആയിരുന്നെങ്കിൽ ഇതിലും കണ്ടേനെ അല്ലേ, കോവിഡ് ടൈമില്. ആരെടുത്തും ഇല്ലേ? ഇല്ല ഓക്കെ. മാം, സാനിറ്റൈസർ ഇല്ല. ആ ആണോ? ഓക്കെ. നെക്സ്റ്റ് പോലെ. ആ അതെ. ഓക്കെ. ടുഡേയ്സ് ഇതെല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ? വായിക്കാറുണ്ടോ ഇന്നത്തെ ന്യൂസ് ന്യൂസ് പേപ്പേഴ്സ്? പേപ്പർ. ഞങ്ങൾക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ ഉണ്ടാവില്ല. ഓക്കെ. രേണുക മാം കാണിച്ചിട്ടുണ്ട്. ആ ഹസ്ന ഓക്കെ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ 7th ആണ്, ഇന്നത്തെ തന്നെയാണ്. ഓക്കെ. ആഷിക കാണിക്കുന്നുണ്ട്. വേറെ ആരെയും വീട്ടിലില്ലേ ന്യൂസ് പേപ്പേഴ്സ്? ഓക്കെ. നമുക്ക് നെക്സ്റ്റിലേക്ക് വാ. ഓ ബ്ലാക്ക് സോക്സ് ആണ്. ബ്ലാക്ക് സോക്സ്. ആ ഹസ്ന ആരെടുത്തില്ലേ ബ്ലാക്ക് കാണിക്കുന്നുണ്ട് ഷോക്സ്? സോക്സ്. ആ ഓക്കെ. ആ ഷിഫ്ന മാം കാണിച്ചിട്ടുണ്ട് ഷിഫ്ന സോക്സ് കാണിച്ചു. ബ്ലാക്ക്. ആ അഞ്ജന ആ കാണിച്ചിട്ടുണ്ട്. അഞ്ജന കാണിച്ചു. ആ ഓക്കെ. ഓൾമോസ്റ്റ് എല്ലാവരും വേറെ തന്നെ ആരെടുത്തില്ല? ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റിലേക്ക് വാ. ഫാമിലി ഫോട്ടോ ഫ്രെയിം ആണ്. ആ രേണുക മാമും സോക്സ് ഇപ്പൊ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ഫാമിലി ഫോട്ടോ ഫ്രെയിം കാണിക്കണം. ആ കാണിച്ചു. അഞ്ജന കാണിച്ചിട്ടുണ്ട്. ആ ഷിഫ്ന മാം കാണിച്ചിട്ടുണ്ട് ഫാമിലി ഫോട്ടോ. കുട്ടികളില്ല കേട്ടോ അതില്. ആ കുട്ടികളില്ല കുട്ടികളില്ല പ്രിന്റ് അതില്. ചെയ്തത്. ആ ഓക്കെ. ആ രേണുക മാം കാണിച്ചിട്ടുണ്ട് ഫോട്ടോ. ആ ഓക്കെ. റിസ്വാന ആഷിക കാണിച്ചിട്ടുണ്ട് ഫാമിലി ഫോട്ടോ. ഓക്കെ. റിസ്വാനെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റിലേക്ക് അംബർല. ഇപ്പൊ എല്ലാവരും വീട്ടിലും ഉണ്ടാവും അല്ലേ? പെട്ടെന്ന് തന്നെ കിട്ടുന്നിടത്ത് ഉണ്ടാവും. എല്ലാരും എടുത്തിട്ട് വന്നേ. ഓക്കെ. ഷിഫ്ന മാം കാണിക്കുന്നുണ്ട് അംബർല. ആഷിക ആഷിക കുട്ടിയുടെ അംബർലയാണ് കാണിക്കുന്നത്. കുട്ടിയുടെയാണ്. ആ ഫോട്ടോയിൽ അഞ്ജന ഉള്ളത് പോലെ തന്നെ ഉണ്ട് അല്ലേ ആഷികയുടെ? ആ രേണുക മാം കാണിച്ചിട്ടുണ്ട് അംബർല. ഓക്കെ. ഹസ്ന കാണിച്ചിട്ടുണ്ട് അംബർല. കഴിഞ്ഞോ? ഇനി ആരുടെ വീട്ടിലില്ലേ? എടാ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരൊക്കെ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും കാണിക്കേ. ഇതെല്ലാവരും വീട്ടിലുള്ളതല്ലേ? കഴിഞ്ഞോ? ഹസ്ന അംബർല നോക്കുവാണോ? അല്ല നമ്പറിൽ കിട്ടി. ഞാൻ ഹോസ്റ്റലിലാണ്. ഇങ്ങനെ ആ ഓടുമ്പോ അവര് വേറെ എന്തോന്ന് പറഞ്ഞിട്ട് വിചാരിച്ചു. ഓക്കെ. ഇനി ക്യാൻഡിലാണ് വേണ്ടത്. ക്യാൻഡിൽ. ക്യാൻഡിൽ ഇല്ല മാം. ക്യാൻഡിൽ വളക്ക് കിട്ടാൻ പണിയായിരിക്കും അല്ലേ? ആരുടെ വീട്ടിലും ഇപ്പൊ ക്യാൻഡിൽ ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഒന്ന് നോക്കി വെക്കൂ എവിടെയെങ്കിലും ഉണ്ടോ? വളക്ക് ഉണ്ടാവും, ക്യാൻഡിൽ ആ ഇല്ല. രേണുക മാം ക്യാൻഡിലാണോ കാണിക്കുന്നത്? അതെ. ആ ഷിഫ്ന ആ മാം കിട്ടിയിട്ടുണ്ട്. ഷിഫ്ന മാം കാണിച്ച് അഞ്ജന ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. ആ രേണുക ഓക്കെ. മാം എവിടെ പോയോ? മാം കാണിച്ചിരുന്നു. കാണുന്നില്ല. ക്യാൻഡിൽ കാണിച്ചു. കാണിച്ചോ? ഓക്കെ ഓക്കെ. ആ
ഓക്കെ. നെക്സ്റ്റിലേക്ക് വാ. ഓക്കെ. റബ്ബർ ബാൻഡ് ആണ്. റബ്ബർ ബാൻഡ്. കിട്ടിയോ? ആ, ഹസ്നയ്ക്ക് കിട്ടി. കിട്ടിയിട്ടുണ്ട് ഹസ്ന റബ്ബർ കിട്ടി. ബാൻഡ്. അഞ്ജന ഫസ്റ്റ് കിട്ടി. ഇനിഷ്യലി അഞ്ജന എടുത്തിട്ടുണ്ട് റബ്ബർ ബാൻഡ്. ഷിഫ്ന മാമിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ആഷികയ്ക്ക് ആഷികയ്ക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട് റബ്ബർ ബാൻഡ്. എന്റെ കയ്യിലുണ്ട്, കാണുന്നുണ്ടോ? കാണാൻ കാണുന്നുണ്ട്. പറ്റുന്നുണ്ട്. കണ്ടു. ഓക്കെ. രേണുക മാമിന് കിട്ടിയിട്ടുണ്ട്. വേറെ ആരും ഇല്ലേ? ഓക്കെ. നെക്സ്റ്റിലേക്ക് വാ. ഓക്കെ, നെക്സ്റ്റ് പോവാം അല്ലെ. പോട്ടഡ് പ്ലാന്റ് ആണ്. ആർട്ടിഫിഷ്യൽ ആകാം, നാച്ചുറൽ ആകാം. ഒരു പോട്ടഡ് പ്ലാന്റ് കാണിച്ചാൽ മതി. ഓക്കെ. അഞ്ജന കാണിച്ചിട്ടുണ്ട്. ആഷിക കാണിച്ചിട്ടുണ്ട്. ഷിഫ്ന കാണിച്ചിട്ടുണ്ട്. ഓക്കെ. രേണുക മാം കാണിച്ചിട്ടുണ്ട്. രേണുക മാം കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ഹസ്ന കാണിച്ചു. ഹസ്ന ഒരു കറ്റാർവാഴയാണെന്ന് തോന്നുന്നു കാണിക്കുന്നത് അല്ലേ? ഹസ്ന പുറത്തൊക്കെ പോയി കാണിക്കുന്നുണ്ട്. പുറത്തൊക്കെ പോയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ ഇത് കാണുന്നുണ്ടോ? ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കണ്ടില്ലേ? നിങ്ങൾ ഇതുപോലെ ആക്റ്റീവ് ആവണം. ഇത് ലാസ്റ്റ് ഗെയിം അല്ലേ, ഇനി നമുക്ക് ചാൻസ് ഇല്ല കേട്ടോ. നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ. അലാം ക്ലോക്ക് ആണ്. അലാം ക്ലോക്ക് ഞങ്ങൾക്കില്ല. അലാം ക്ലോക്ക് ഇല്ല. അലാം ക്ലോക്ക് ഇല്ല. ഓ, ഇപ്പൊ അലാം എല്ലാം നമ്മള് ഫോണിൽ സെറ്റ് ചെയ്യുന്നതിനോട് ക്ലോക്ക് ഷിഫ്ന മാം അലാം ക്ലോക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. രേണുക മാം വന്നിട്ടുണ്ട്. രേണുക മാം കാണിച്ചിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റിലേക്ക് പോയാലോ? ഓ, ഇതെല്ലാരും വീട്ടിലുണ്ടോ അല്ലേ? ഈസി ആയിട്ടുള്ള സാധനം. ഓക്കെ. ആഷിക കാണിച്ചിട്ടുണ്ട്. അഞ്ജന കാണിച്ചു. ഷിഫ്ന കാണിച്ചു. ഹസ്ന കാണിച്ചു. റിസ്വാന, ഗായത്രി, ഇന്ദുജ. ഇതെല്ലാരും എടുത്തുണ്ട് അല്ലേ? ഓക്കെ. ഓൾമോസ്റ്റ് എല്ലായിടത്തും കീസ് ഉണ്ടല്ലോ. ഓക്കെ. അടുത്ത പോലെ രേണുക മാം കാണിച്ചു. ഓക്കെ, ശരി. അടുത്തേക്ക് പോവാം. ഓക്കെ. ലാസ്റ്റ് ആണ് സൺഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഷെയ്ഡ്സ്. ഷിഫ്ന മാം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം കാണിക്കണ്ടല്ലോ അല്ലെ? സൺഗ്ലാസ് തന്നെ വേണോ? സാധാ സ്പെക്സ് മതി. സാധാ ആയാലും മതി. ഓക്കെ. നമുക്കിപ്പോ അഡ്ജസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ല. നിങ്ങൾ ഇത്രയും ഇന്ദുജ കാണിച്ചിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ഇന്ററാക്ട് ചെയ്ത് ഒരു സെഷൻ മാത്രം കാണിച്ചിട്ടുണ്ട്. ഗായത്രി. വേറെ ആരാ? ഹസ്ന കാണിച്ചു. കാണിച്ചു. എല്ലാരും കാണിച്ചു അല്ലേ? അഞ്ജന കാണിച്ചോ? കിട്ടിയില്ല? സാധാ ക്ലാസ് കാണിച്ചു. ഓക്കെ. അത് മതി. ഓക്കെ, എല്ലാരും കാണിച്ചു തോന്നുന്നു അല്ലേ? ഓക്കെ. ലാസ്റ്റ് വണ്ണാണ് സംതിങ് റിലേറ്റഡ് ടു യുവർ ഫേവറേറ്റ് സ്പോർട്സ് ഓർ ഗെയിം. എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും അടുത്തുണ്ടോ? ഇല്ല. ഓക്കെ. സ്പോർട്സും ഗെയിമും ഉണ്ടാവില്ല. കാണിച്ചിട്ടുണ്ട്. ബോള് കാണിച്ചിട്ടുണ്ട് റിസ്വാന. ഓക്കെ. ആഷികയും കാണിക്കുന്നുണ്ട് ബോള്. ഓക്കെ. ഷിഫ്ന മാം ഒരു സ്ക്വയർ കാണിക്കുന്നുണ്ട്. ഓക്കെ. ഹസ്ന ചെസ് ബോർഡ് അതായിരുന്നു. കാണിച്ചിട്ടുണ്ട്. ഓക്കെ.
ക്യാരംസ് ബോർഡ്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ഗെയിം. ഗെയിം എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായോ? യെസ് മാം, ഇഷ്ടമായി. റിയാക്ഷൻസ് ഒക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ എക്സ്പ്രസ് ചെയ്യാവോ? ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ ഗെയിംസ് ഒക്കെ ഇത്രയായിരുന്നു. ഇനി ഉള്ള സെഷൻസിൽ ഇതുപോലെ തന്നെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനുള്ള ടൈമാണ്. പറഞ്ഞോളൂ. വോളണ്ടറി ആയിട്ട് 1-2 പേരെങ്കിലും ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ ജോയിൻ ചെയ്തപ്പോഴേ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക, എങ്ങനെ പഠിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 7 years ഗ്യാപ്പ് വന്നപ്പോൾ ഇപ്പൊ ഒന്നും കൂടെ പഠിക്കാൻ കഴിയുമെന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. മുന്നോട്ട് പഠിക്കാൻ എന്നെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു, എന്നെ കൊണ്ട് പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സും ഇന്ററാക്ഷനും ഒക്കെ കണ്ടിട്ട്. ഓക്കെ, ആ ഒരു സ്പിരിറ്റ് ആണ് നമുക്ക് എൻറ്റയർ ജേർണിയിൽ ആവശ്യം. ഓക്കെ, താങ്ക്സ്. മാം, ഇന്നത്തെ ഇപ്പൊ ഡെയിലി വർക്ക് കഴിഞ്ഞ് വന്ന് നമ്മൾ ആകെ ടയർഡാവും, പിന്നെ കുറച്ചു നേരം എന്തെങ്കിലും പഠിക്കും, അങ്ങനെയാണ് ഇത്ര ദിവസം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്നൊരു ദിവസം ആയതുകൊണ്ട് കുറച്ചുകൂടി ഭയങ്കര എന്റർടൈൻ ചെയ്തു. ഫുഡൊക്കെ കഴിച്ചത് നല്ലപോലെ ഡൈജഷൻ ആയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും നല്ലതായിട്ട് എൻജോയ് ചെയ്തു ഈ സെക്ഷൻ. കുറച്ചുകൂടി കോൺഫിഡന്റ് ആയി നമുക്ക് എന്തായാലും കിട്ടുന്നത്. കാരണം ഒരുപാട് പേരുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ഒന്നും അല്ല എന്നുള്ളത് മനസ്സിലായി. എനിക്ക് വർക്ക് പ്രഷറിന്റെ ഇടയിൽ കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ജോയിൻ ചെയ്തപ്പോൾ. ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോൾ ടൈം കിട്ടുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷെ ഇപ്പൊ ഓൾമോസ്റ്റ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നന്നായിട്ട് ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒരുപാട് ഇതൊക്കെ കേട്ടപ്പോൾ നമുക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡന്റ് എന്തായാലും ഉണ്ട്. ഇന്നത്തെ ക്ലാസ് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാവും, ഒരുപാട് പേര് നമ്മളെ പോലെ MCA ചെയ്യുന്നവരെ മീറ്റ് ചെയ്യാൻ പറ്റും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു ക്ലാസ് കൊണ്ട് ഒരുപാട് പേരെ പരിചയപ്പെടാനും നല്ല നല്ല ഗെയിംസ് കളിക്കാനും പറ്റി. ഓക്കെ, താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? എനിക്കും അതെ. എനിക്ക് ആദ്യം പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാവോ ഈ സൈഡിൽ നിന്നൊക്കെ അറിയണമെന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരു കുട്ടി ഈ ഭാഗത്തു നിന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ എല്ലാവരും ഏകദേശം ഒരേ ടൈപ്പ് ആൾക്കാരാ. പറഞ്ഞ ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ വന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരൊക്കെ. അപ്പോ തോന്നുന്നു നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റും. എല്ലാവരുടെ ഒപ്പം നമുക്ക് ഒരു ടീമായിട്ട് അങ്ങോട്ട് പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ മുന്നോട്ട് പോവാമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു സെഷൻ വെച്ചതിൽ വളരെ താങ്ക്സ്. ഓക്കെ, താങ്ക് യു മാം. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ ഓക്കെ. അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു സെഷനിൽ നൂറ മാം ഉണ്ടായിരുന്നു, വാണി മാം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സുനീറ മാം, അങ്ങനെ നമ്മളുടെ എൻറ്റയർ ഒരു ടീമിലെ പല മെമ്പേഴ്സും നമ്മളോടൊപ്പം ഇന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഈ സെഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഫൈനലി നമുക്ക് എല്ലാവരോടും താങ്ക്സ് പറയാം. അതുപോലെ ജോയിൻ ചെയ്ത ലേണേഴ്സ് ഓരോരുത്തരോടും ഒരു ബിഗ് താങ്ക്സ് പറയാണ്. അപ്പൊ ഇപ്പൊ ഉള്ള ആ ഒരു എനർജി എൻറ്റയർ നമ്മുടെ ആ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്ത് അലൂമിനി ടോക്കിൽ വരുന്നിടം വരെ ഈ സെയിം ഒരു എനർജി ബൂസ്റ്റപ്പ് ചെയ്ത് തന്നെ വെക്കുക. ഒരിക്കലും ഡൗൺ ആയി പോവാതിരിക്കുക. ഇനിയുള്ള സെഷൻസിലെല്ലാം തന്നെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്.